പ്രിയമുള്ളവർ, കാവ്യം 9 ഇന്ന് അവതരിപ്പിക്കുന്ന കവിത കൽപ്പറ്റ നാരായണ മാഷുടെ എങ്ങനെയൊക്കെ പറ്റിക്കാം എന്ന കവിതയാണ്. എന്തുകൊണ്ടൊക്കെ പറ്റിക്കാം. ചെറിയൊരു ചിരിയോടെ സ്മിത ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. മുൻബെഞ്ചിലെ തെറിച്ച വിത്ത് നിമിഷം വൈകാതെ വായിൽ വന്നത് പറഞ്ഞു. തുപ്പൽ. എന്തുകൊണ്ടൊക്കെ പറ്റിക്കാം. ചെറിയൊരു ചിരിയോടെ സ്മിത ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. മുൻബെഞ്ചിലെ തെറിച്ച വിത്ത് നിമിഷം വൈകാതെ വായിൽ വന്നത് പറഞ്ഞു. തുപ്പൽ. ശരിയാണ്. എല്ലാവരിലും എപ്പോഴുമുള്ള ജനകീയമായ പശ. ഇല്ലൻറ്റും റവന്യൂ സ്റ്റാമ്പും നാവ് നീട്ടാനാണ് പറയുക. ശരിയാണ്. എല്ലാവരിലും എപ്പോഴുമുള്ള ജനകീയമായ പശ. ഇല്ലൻറ്റും റവന്യൂ സ്റ്റാമ്പും നാവ് നീട്ടാനാണ് പറയുക. ചിരിയുടെ വലിപ്പം കൂട്ടി ടീച്ചർ ഒരു കഥയോർമ്മിപ്പിച്ചു. തുപ്പൽ കൂട്ടി പേജ് മറിച്ചു മറിച്ച് പുസ്തകം തീരുമ്പോഴേക്കും ചത്തുപോയ വായനക്കാരനെക്കുറിച്ചൊരു കഥയുണ്ട്. ചിരിയുടെ വലിപ്പം കൂട്ടി ടീച്ചർ ഒരു കഥയോർമ്മിപ്പിച്ചു. തുപ്പൽ കൂട്ടി പേജ് മറിച്ചു മറിച്ച് പുസ്തകം തീരുമ്പോഴേക്കും ചത്തുപോയ വായനക്കാരനെക്കുറിച്ചൊരു കഥയുണ്ട്. 4 കുട്ടികളോട് പറയാൻ പറ്റാത്ത ഭാഷയിൽ മറ്റൊരു നിവൃത്തിയുമില്ലാത്തതിനാൽ ടീച്ചർ പറഞ്ഞു. സമർത്ഥവും ക്രൂരവും ചരിത്രത്തിലെ ഏറ്റവും ആസൂത്രിതവുമായ കൊലയായിരുന്നു അത്. 4 കുട്ടികളോട് പറയാൻ പറ്റാത്ത ഭാഷയിൽ മറ്റൊരു നിവൃത്തിയുമില്ലാത്തതിനാൽ ടീച്ചർ പറഞ്ഞു. സമർത്ഥവും ക്രൂരവും ചരിത്രത്തിലെ ഏറ്റവും ആസൂത്രിതവുമായ കൊലയായിരുന്നു അത്. അടുത്തയാൾ ടീച്ചർ ചോദിച്ചു. പശ. അവന് പതിവ് പോലെ ഒരു സംശയവുമില്ല. നേരാണ്. ഒട്ടിച്ച വിരലെടുക്കാൻ വൈകിയാൽ പിന്നീടൊരിക്കലും എടുക്കാൻ സമ്മതിക്കാത്ത പശയുണ്ട്. അടുത്തയാൾ ടീച്ചർ ചോദിച്ചു. പശ. അവന് പതിവ് പോലെ ഒരു സംശയവുമില്ല. നേരാണ്. ഒട്ടിച്ച വിരലെടുക്കാൻ വൈകിയാൽ പിന്നീടൊരിക്കലും എടുക്കാൻ സമ്മതിക്കാത്ത പശയുണ്ട്. അതൊരു പരസ്യമല്ലേ ടീച്ചർ? ടീച്ചറെ പതിവായി സുയിപ്പാക്കുന്ന സീനത്ത് ചോദിച്ചു. സീനത്തിനെ കൂട്ടുകാർ ആപ്പ് എന്നാണ് വിളിക്കുക. അവൾക്കറിയാത്തതായൊന്നുമില്ല. പരസ്യം കൊണ്ടും പറ്റിക്കാം ഇല്ലേ സീനത്തെ? അതൊരു പരസ്യമല്ലേ ടീച്ചർ? ടീച്ചറെ പതിവായി സുയിപ്പാക്കുന്ന സീനത്ത് ചോദിച്ചു. സീനത്തിനെ കൂട്ടുകാർ ആപ്പ് എന്നാണ് വിളിക്കുക. അവൾക്കറിയാത്തതായൊന്നുമില്ല. പരസ്യം കൊണ്ടും പറ്റിക്കാം ഇല്ലേ സീനത്തെ? അടുത്തയാൾ ഊഴം കാത്തിരിക്കുകയായിരുന്നു. സിമൻ്റ്. ഇത്ര ദീർഘകാലത്തേക്ക് പറ്റിക്കാൻ മറ്റൊന്നും പറ്റില്ല ടീച്ചർ താങ്ങി. അവൻ പറഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കാനാവാത്ത അവൻ്റെ ഉറ്റമിത്രവും ശത്രുവുമായ ചിത്രസേനൻ പറഞ്ഞു. തീ. അടുത്തയാൾ ഊഴം കാത്തിരിക്കുകയായിരുന്നു. സിമൻ്റ്. ഇത്ര ദീർഘകാലത്തേക്ക് പറ്റിക്കാൻ മറ്റൊന്നും പറ്റില്ല ടീച്ചർ താങ്ങി. അവൻ പറഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കാനാവാത്ത അവൻ്റെ ഉറ്റമിത്രവും ശത്രുവുമായ ചിത്രസേനൻ പറഞ്ഞു. തീ. തീയോ? ടീച്ചറൊന്ന് അമ്പരന്നു. ടീച്ചർ വെൽഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ടീച്ചർ
വഴിവക്കിൽ വെൽഡറെ മാത്രമല്ല വീട്ടിനടുത്തുള്ള കൊല്ലനെയും ഓർത്തു. ഭയങ്കര പറ്റിപ്പുകാരാണ്. തീയോ? ടീച്ചറൊന്ന് അമ്പരന്നു. ടീച്ചർ വെൽഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ടീച്ചർ വഴിവക്കിൽ വെൽഡറെ മാത്രമല്ല വീട്ടിനടുത്തുള്ള കൊല്ലനെയും ഓർത്തു. ഭയങ്കര പറ്റിപ്പുകാരാണ്. ഇനി അവസാനം മാത്രം ഉത്തരം പറയുന്ന വിവേകാനന്ദൻ പറഞ്ഞു, നുണ. സത്യം, ടീച്ചർ പറഞ്ഞു. പറ്റിച്ചതിൻ്റെ പാടുപോലും ഉണ്ടാവില്ല. ടീച്ചറിൽ നിന്നറിയാതൊരു നെടുവീർപ്പുയർന്നു. ഇനി അവസാനം മാത്രം ഉത്തരം പറയുന്ന വിവേകാനന്ദൻ പറഞ്ഞു, നുണ. സത്യം, ടീച്ചർ പറഞ്ഞു. പറ്റിച്ചതിൻ്റെ പാടുപോലും ഉണ്ടാവില്ല. ടീച്ചറിൽ നിന്നറിയാതൊരു നെടുവീർപ്പുയർന്നു. ഇത്തരം ചോദ്യോത്തര പംക്തിയിലൊന്നും ഒരു താൽപ്പര്യവുമെടുക്കാത്ത ജോസഫ് ആടിയുലഞ്ഞെഴുന്നേറ്റു. തിരഞ്ഞെടുപ്പ്. ക്ലാസ്സാകെ ചിത്രാർപ്പിതമെന്ന പോൽ നിശബ്ദമായി. ഇത്തരം ചോദ്യോത്തര പംക്തിയിലൊന്നും ഒരു താൽപ്പര്യവും എടുക്കാത്ത ജോസഫ് ആടിയുലഞ്ഞെഴുന്നേറ്റു. തിരഞ്ഞെടുപ്പ്. ക്ലാസ്സാകെ ചിത്രാർപ്പിതമെന്ന പോൽ നിശബ്ദമായി. പ്രിയമുള്ളവരെ, കവിത ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കവിത ആസ്വദിച്ച മുഴുവൻ പ്രിയപ്പെട്ടവർക്കും നന്ദി, ഹൃദയാഭിവാദ്യങ്ങൾ.